നമസ്കാരം. വിശുദ്ധ ബൈബിളിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ക്രിസ്തീയ സഭയുടെ ആധികാരിക ഗ്രന്ഥം ആണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ, ബിബ്ലിയോൻ, അതിൻ്റെ അർത്ഥം പുസ്തകം എന്ന ഗ്രീക്കു പദത്തിൽ നിന്നാണ് ആ വാക്കുണ്ടായത്. തിരുവെഴുത്ത് അഥവാ വിശുദ്ധ ലിഖിതം, തിരുവചനം, ദൈവത്തിൻ്റെ വചനം എന്ന അർത്ഥത്തിൽ വേദപുസ്തകം, സത്യവേദപുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്നു. ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഏറ്റവും അധികം ഭാഷകളിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തകവും വിശുദ്ധ ബൈബിൾ ആണ്. വേദപുസ്തക പ്രചരണത്തിനായി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ബൈബിൾ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനുഷ്യൻ്റെ പ്രതികരണവും, സൃഷ്ടിയിലും രക്ഷയിലും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മനുഷ്യൻ അതിന് എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ് വിശുദ്ധ ബൈബിളിൻ്റെ കേന്ദ്ര സന്ദേശം. പല വ്യക്തികൾ വിവിധ കാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വേദപുസ്തക രചനയിൽ. എഴുത്തുകാർ പലതരത്തിൽപ്പെട്ടവരാണ്. രാജാക്കന്മാർ, ആട്ടിടയന്മാർ, ഭിഷഗ്വരന്മാർ, മീൻപിടുത്തക്കാർ, തത്വജ്ഞാനികൾ, ചുങ്കക്കാർ എന്നിങ്ങനെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽപ്പെട്ടവർ ഈ രചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ടാണ് ഈ കൃതികൾ മുഴുവൻ രചിക്കപ്പെട്ടത്. വേദപുസ്തകത്തിൻ്റെ പ്രധാന ഭാഷകൾ എബ്രായ ഭാഷയും ഗ്രീക്കു ഭാഷയിലുമാണ്. പ്രധാനമായി പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പഴയ നിയമം, പുതിയ നിയമം എന്നു രണ്ട് ഭാഗങ്ങൾ നിയമം എന്നതിനേക്കാൾ മൂലപദത്തോട് കൂടുതൽ യോജിക്കുന്നത് ഉടമ്പടി എന്ന പദമാണ്. പഴയ ഉടമ്പടി യഹോവയും ഇസ്രായേലും തമ്മിലുള്ളതാണ്. പുതിയ ഉടമ്പടി യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ളതാണ്. ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പുതിയ നിയമം പഴയതിൻ്റെ പൂർത്തീകരണമാണ്. പുതിയതിൻ്റെ അർത്ഥവും പ്രസക്തിയും ഗ്രഹിക്കാൻ പഴയത് അറിഞ്ഞിരിക്കുകയും വേണം. പഴയ നിയമഭാഗങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ തോറ അഥവാ ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ. മോശയുടെ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. രണ്ടാമത് നിബീം അഥവാ പ്രവചന ഗ്രന്ഥങ്ങൾ. ഇതിന് 2 ഭാഗങ്ങളുണ്ട്: ആദ്യകാല പ്രവാചകന്മാർ, പിൽക്കാല പ്രവാചകന്മാർ. മൂന്നാമത് കെത്തൂബീം അഥവാ തിരുവെഴുത്തുകൾ. ഇതിൽ സങ്കീർത്തനം, ശലോമോൻ്റെ ജ്ഞാനപുസ്തകങ്ങൾ, ഇയ്യോബ്, ദാനിയേൽ, ദിനവൃത്താന്തം തുടങ്ങിയവ ഉൾപ്പെടുന്നു. പഴയ നിയമം ഗ്രീക്കു പരിഭാഷയിലേക്ക് BC 3-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിൽ വെച്ച് പരിഭാഷപ്പെടുത്തി. 70 പേർ ചേർന്ന് നടത്തിയ പരിഭാഷ ആയതുകൊണ്ട് 70 എന്ന അർത്ഥമുള്ള സെപ്റ്റുവിജൻറ്റ് എന്നറിയപ്പെടുന്നു. ഈ ഗ്രീക്കു പരിഭാഷയാണ് ആദിമ ക്രൈസ്തവ സഭ ഉപയോഗിച്ചു വന്നത്. അടുത്തത് ആരാമായ പരിഭാഷ. പാലസ്തീൻ നാട്ടിലുള്ള യഹൂദന്മാരുടെ വ്യവഹാര ഭാഷയായ അറമായ, അതായത് സുറിയാനി ഭാഷയിലേക്ക് സുനഗോഗുകളിൽ വായനകൾ പരിഭാഷപ്പെടുത്തി വായിച്ചു വന്നിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളുന്ന വേദപുസ്തകത്തിൻ്റെ ലത്തീൻ പരിഭാഷ ജെറോം എന്ന പണ്ഡിതൻ 4-ാം നൂറ്റാണ്ടിൽ നടത്തി. ഇതിനെ വൾഗേറ്റ് എന്ന് വിളിക്കുന്നു. റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വേദപുസ്തകവുമാണ് അത്. പെശീത്തോ എന്നറിയപ്പെടുന്ന പരിഭാഷ സുറിയാനി പരിഭാഷയിൽ ആണുണ്ടായത്. ഇത് 4-ാം നൂറ്റാണ്ടിലാണ്. 5-ാം നൂറ്റാണ്ടിൽ അത് പരിഷ്കരിക്കപ്പെട്ടു. സുറിയാനി സഭകളുടെ ഔദ്യോഗിക വേദഗ്രന്ഥമാണ് അത്. കോപ്റ്റിക്, എത്യോപ്യൻ, അർമേനിയൻ എന്നീ ഭാഷകളിൽ